ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്തോന്നറിയോ, ഇത് ജാം. നമ്മളെന്തായാലും ബ്രെഡിൽ ജാം ആയിരിക്കുമല്ലോ തേക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡ്, അതായത് ഞാൻ ഉണ്ടാക്കിയ ജാമാണ്. എന്ത് ജാമെന്ന് കാണിച്ചു തരാം. എന്താ ഇതാണ്, അതായത് മൾബറി. ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ കയറി ഇത് ഒത്തിരി പറിച്ചു, അതായത് ശരിക്കും നിൽക്കുന്നുണ്ട്. നമുക്ക് കയ്യെത്തി പറിക്കാമെന്നുള്ളതേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് ഫുള്ള് പറിച്ചുകൊണ്ട് പൊക്കോ, വവ്വാളുടെ ഭയങ്കര ശല്യം, ഇത് കഴിച്ചിട്ട് അവിടെ ഒക്കെ വൃത്തികേടാക്കി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പക്ഷെ പറിച്ച് കുറേ കഴിച്ച് എന്തോന്ന് വേണ്ട, എൻ്റെ വേറിന് പണി കിട്ടി. അത് വേറൊരു കാര്യം. പിന്നെ ഇത് ഞാൻ കുറേ പറിച്ച് കേട്ടോ, കുറേ എടുത്തതാ. ഒത്തിരി പഴുത്ത് നിൽപ്പുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി തുടമ്പോൾ തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, ആ തളത്ത് കണ്ട തറയിൽ ഫുള്ള് ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ്. ഇത് കയ്യിലൊന്നും ആയാൽ പോകത്തില്ല, നല്ല ബ്ലഡിൻ്റെ കളറാണ്. ഞാൻ പിന്നെ കുറച്ച് കവറിനകത്താക്കി എടുത്തേ. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഉപ്പും കൂടി ഇട്ട് കുറച്ചേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ എല്ലാ ചിലന്തിയോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ വിചാരിച്ചു. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അതിനെ അരിച്ച് ഞാൻ പാനിലോട്ട് ഒഴിച്ചു. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത്, ഞാൻ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര്, അത്ര മതിയായിരുന്നു. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ലൂസായി. എന്നിട്ട് ഞാനൊരു 4-5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത്, എൻ്റെ മധുരത്തിന് ആവശ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ല കുറുക്കിയെടുത്ത് നല്ല ജാമിൻ്റെ അതേ പരുവത്തിലാക്കിയെടുത്ത് ഇതേപോലെയായി വരും അവസാനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ, അപ്പോൾ കൊള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.